സീക്രട്ട് സാനൊക്കെ നടത്തിയിട്ട് ഫ്രണ്ട്സിനൊക്കെ തിരഞ്ഞെടുക്കാൻ പോകല്ലേ. അപ്പം നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി കിറ്റ്സൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങളുടെ സ്വന്തം കൈകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹാൻഡ് മെയ്ഡ് ക്രോഷറ്റ് പൗച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ആൻഡ് നിങ്ങൾക്ക് ക്രോഷറ്റിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിലും കൂടി നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പൗച്ചാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പൗച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വൈറ്റ് ആൻഡ് റെഡ് കളറിലുള്ള ഒരു പൗച്ചാണ് കേട്ടോ. ഇത് ഞാൻ വെറും ഒരു 1.5 മണിക്കൂർ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത്രയും സമയം കൊണ്ട് നമുക്ക് ഇതുപോലത്തെ ഒരു പൗച്ച് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും. ഇതിലുള്ള ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. നമുക്ക് ഒരു 3mm വരുന്ന ഒരു ക്രോഷറ്റ് ഹുക്ക് വേണം. ആൻഡ് ഞാൻ നേരത്തെ റെഡ് ഉണ്ടാക്കിയതിനെ കൊണ്ട് ഇപ്പോൾ ഗ്രീൻ കളറിലാണ്, ക്രിസ്മസ് അല്ല, അപ്പോൾ റെഡും ഗ്രീൻ ആൻഡ് വൈറ്റ് ആയിട്ടാണല്ലോ നമ്മുടെ തീം. അപ്പോൾ ഒരു ഗ്രീൻ കളറിലുള്ള സാധാരണ അക്രിലിക് യാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ കടയിലൊക്കെ കിട്ടുന്ന 10 രൂപേൻ്റെ 15 രൂപയ്ക്ക് കിട്ടുന്ന യാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ റെഡ് ഉണ്ടാക്കിയിട്ടുള്ളത് കുറച്ചും കൂടെ ഒരു നല്ല യാണാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന യാണിനനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കുന്ന ഐറ്റത്തിലും നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് റിഫ്ലക്സ് ആവും കേട്ടോ. അപ്പോൾ കോട്ടൺ യാണ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ. പിന്നെ ഈ കാണുന്ന പോലത്തെ ഒരു പ്ലാസ്റ്റിക് നീഡിൽ, പിന്നെ നമ്മുടെ സ്റ്റിച്ച് മാർക്കർ, പിന്നെ ഇതുപോലെ ഫെവി ബോണ്ടിൻ്റെ ഒരു ഗ്ലൂ. ഫെവി ബോണ്ട് തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ഈ യാണ് ഒട്ടിക്കാൻ പറ്റിയിട്ടുള്ള ഏതെങ്കിലും ഗ്ലൂ ഉണ്ടെങ്കിൽ അതായത് മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്റ്റിച്ചസൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ സ്റ്റിച്ചസിനൊക്കെ പറ്റിയിട്ട് വലിയ ഐഡിയ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ മുകളിൽ തന്നെ ഒരു ഐ ബട്ടൺ ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ തന്നെ അവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ക്രോഷറ്റിന് ആവശ്യമായിട്ടുള്ള ഏതൊരു ക്രോഷറ്റ് നിങ്ങൾ ചെയ്യാനും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സ്റ്റിച്ചസും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ട് തരുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അത് കണ്ടിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ക്രോഷറ്റ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ആ സ്റ്റിച്ചസൊക്കെ ഒന്ന് പഠിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഭയങ്കര അധികം ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. ഓക്കെ, പിന്നെ ഇതിന് മുമ്പ് നമ്മുടെ ചാനലിൽ നമ്മളൊരു ചുളിപ്പ് ഉണ്ടാക്കുന്ന വീഡിയോയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ക്രോഷേറ്റ് ചെയ്തിട്ട് നമ്മൾ ചുളിപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ട്, അതും കൂടെ കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടു നോക്കുക. അപ്പോൾ അതാ നമ്മുടെ ഈ ചെയിൻ സ്റ്റിച്ചിൽ ഞാൻ ടോട്ടൽ 20 ചെയിൻസ് ഇവിടെ ചെയ്തെടുക്കുന്നുണ്ട്. ചെയിൻ സ്റ്റിച്ച് അറിയാലോ, നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചാണ്. അതിൽ 20 ചെയിൻസ് ഞാൻ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന യാണിനനുസരിച്ചിട്ട് ആ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിൽ ചേഞ്ചസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ കോട്ടൺ യാണാണ് ഞാൻ ഒന്നും കൂടെ പ്രിഫർ ചെയ്യുന്നത്. കാരണം കോട്ടൺ യാണ് യൂസ് ചെയ്ത് നമ്മൾ എന്തുണ്ടാക്കി കഴിഞ്ഞാൽ ഒരു വൃത്തിയാണ് കേട്ടോ കാണാൻ. ഈ അക്രിലിക് യാണിനേക്കാളും എനിക്ക് ഒന്നും കൂടെ ഇഷ്ടം കോട്ടൺ യാണാണ്. പക്ഷേ ഇതെല്ലാവർക്കും കൂടെ അവൈലബിൾ ആയതിനെക്കൊണ്ട് മാത്രമാണ് ഞാനിവിടെ അക്രിലിക് യാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മുടെ ആ 20 സ്റ്റിച്ചസ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അതിൽ നമ്മൾ അതായത് നമ്മുടെ ഹുക്കിരിക്കണ ഫസ്റ്റത്തെ സ്റ്റിച്ചും അതിൻ്റെ തൊട്ടടുത്തുള്ള 2ാമത്തെ സ്റ്റിച്ചും സ്കിപ്പ് ചെയ്തിട്ട് നമ്മുടെ 3ാമത്തെ സ്റ്റിച്ചിലാണ് ഇനി നമ്മൾ എന്താക്കുന്നത് വർക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് DC ആണ്. അപ്പോൾ ഞാൻ മുമ്പത്തെ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് DC എന്ന് പറഞ്ഞാൽ ഡബിൾ ക്രോഷയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഹുക്കിരിക്കുന്ന സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ളതും സ്കിപ്പ് ചെയ്തിട്ട് 3ാമത്തെ സ്റ്റിച്ചിൽ ഞാൻ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, എന്നാലും നമ്മുടെ ആ പൗച്ചിൻ്റെ ഭംഗി കറക്റ്റായിട്ട് അതുപോലെ തന്നെ വരുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ DC ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ DC ചെയ്യുമ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ എഗെയിൻ പറയുകയാണ്, നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കുക. അതിലെല്ലാം ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറയുന്നുണ്ട്, ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് റെഫർ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ DC ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം യാൺ ഓവർ ചെയ്തിട്ട് നമ്മുടെ 3ാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്തിട്ട് ഒന്നും കൂടെ യാൺ ഓവർ ചെയ്തിട്ട് 2 സ്റ്റിച്ചിൻ്റെ അകത്ത് കൂടെ പുറത്തെടുക്കുക, ഒന്നും കൂടെ യാൺ ഓവർ ചെയ്തിട്ട് 2 സ്റ്റിച്ചിനകത്ത് കൂടെ പുറത്തെടുക്കുക. അതാണ് നമ്മുടെ ഒരു DC എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ 3ാമത്തെ സ്റ്റിച്ചിൽ വർക്ക് ചെയ്തതിനെ കൊണ്ട് ഇനി ബാക്കി നമുക്ക് ടോട്ടൽ 17 DC ആണ് ഈ ഒരു ചെയിൻ സ്റ്റിച്ചിൽ നമുക്ക് ചെയ്യാണ്ടാവുക. അങ്ങനെ 17 എണ്ണം നമ്മൾ എൻഡ് വരെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വല്ല കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ നല്ല സ്ലോലിയാണ് കാണിക്കുന്നത്. ആദ്യം യാൺ ഓവർ ചെയ്യുക, നമ്മുടെ ലൂപ്പിൽ നമ്മുടെ ഹോളിൽ ഇൻസേർട്ട് ചെയ്യുക, ആൻഡ് വീണ്ടും യാൺ ഓവർ ചെയ്ത് 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തെടുക്കുക, വീണ്ടും യാൺ ഓവർ ചെയ്യുക, 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വല്ല ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ അതിന് ആൻസർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ എൻഡ് വരെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എൻഡിലുള്ള നമ്മൾ ലാസ്റ്റ് ചെയ്ത ഒരു ഹോൾ ഉണ്ടല്ലോ, അതായത് നമ്മൾ ലാസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഹോളിൽ നമ്മൾ 3 DC, ആ സെയിം ഹോളിൽ തന്നെ നമ്മൾ 3 DCയും കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതായത് നമ്മൾ ആ യാണിനെ അതായത് സർക്കിൾ ചെയ്തെടുക്കണം, ആ ഒരു എഡ്ജ് നമ്മൾ സർക്കിൾ ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ അവിടെ നമ്മൾ 3 DC ചെയ്ത് കൊടുക്കണം ആ സെയിം ഹോളിൽ തന്നെ കേട്ടോ.
അപ്പോൾ നമ്മളിവിടെ 3 DC ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ DC ചെയ്തതിന് തൊട്ടടുത്ത സ്റ്റിച്ചിൽ നമ്മൾ വീണ്ടും ബാക്കിയുള്ള DCകൾ, അതായത് ഒരു സ്റ്റിച്ചിൽ ഒരു DC എന്ന ലെവലിൽ നമ്മൾ ഓരോന്നായിട്ട് ചെയ്തു പോകും കേട്ടോ. അപ്പോൾ ഈ DC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ ക്രോഷേറ്റ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെ കേട്ടോ, അതായത് നമ്മൾ യാൺ ഓവർ ചെയ്യുന്നു, ആ ഹോളിൽ ഇൻസേർട്ട് ചെയ്യുന്നു, ആൻഡ് എഗെയിൻ നമ്മൾ യാൺ ഓവർ ചെയ്യുന്നു, അത് ഹോളിൻ്റെ അകത്ത് കൂടെ പുറത്തെടുക്കുന്നു, യാൺ ഓവർ ചെയ്യുന്നു, 2 സ്റ്റിച്ചിൻ്റെ അകത്ത് കൂടെ പുറത്തെടുക്കുന്നു, യാൺ ഓവർ ചെയ്യുന്നു, വീണ്ടും 2 സ്റ്റിച്ചിൻ്റെ അകത്ത് കൂടെ പുറത്തെടുക്കുന്നു. ഇതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയി തോന്നും. പക്ഷേ വൺസ് നിങ്ങളുടെ കൈ ഇതിന് എയിമായി കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. നിങ്ങളിതിങ്ങനെ പ്രോസസ്സ് ചെയ്താൽ നിങ്ങൾ അറിയാണ്ട് തന്നെ നിങ്ങൾക്ക് TV കാണുമ്പോഴോ വല്ല സീരീസ് കാണുമ്പോഴൊക്കെ ഇരുന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഇനി നമ്മൾ ഈ ഒരു റോല് നമ്മൾ ഇത് കണ്ടിന്യൂസ്ലി ഒരു 16 DC ടോട്ടൽ നമുക്ക് വരും. അങ്ങനെ 16 DC എൻഡ് വരെ നമുക്ക് ചെയ്തിട്ട് വരാം. ഇപ്പോൾ നമ്മൾ എൻഡ് വരെ അതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു എൻഡിലായിട്ട് നമ്മൾ ലാസ്റ്റ് ചെയ്തിട്ടുള്ള ഹോളിൽ വീണ്ടും ഒരു 2 DC, ആ സെയിം ഹോളിൽ തന്നെ നമ്മളൊരു 2 DCയും കൂടെ ചെയ്തെടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ ആ 2 DCയും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ 2 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ അടുത്ത റോ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഇനി ഈ അടുത്ത റോയിൽ നമ്മൾ ടോട്ടലി ഇത് ഫുൾ സർക്കിൾ, അതായത് ഈ സ്റ്റാർട്ടിങ് ടു ഈ റൗണ്ട് അടിച്ചിട്ട് ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അവിടെ എത്തണം, എൻഡ് ചെയ്യണം കേട്ടോ. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ മനസ്സിലായി, അതായത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം നമ്മുടെ നീട്ടിലിരിക്കുന്ന ആ ഭാഗത്ത് നമ്മൾ എൻഡ് ചെയ്യും, കംപ്ലീറ്റ്ലി ഒരു റൗണ്ട് അങ്ങ് അടിച്ച് വരും കേട്ടോ. അപ്പോൾ ടോട്ടലി 38 സ്റ്റിച്ചസ് ഉണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനിയുള്ള ഇവിടെ നിന്നുള്ള എല്ലാ റൗണ്ട്സും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യണം. അതായത് ടോട്ടൽ 38 സ്റ്റിച്ച് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് പറയുമ്പോൾ കൺഫ്യൂഷൻ ആയിട്ടൊന്നും വരണ്ട, ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റിലെ സ്റ്റിച്ചിൽ ഇതേപോലെ വീണ്ടും ഓരോ സ്റ്റിച്ചിൽ ഓരോ DC എന്ന ലെവലിൽ ഞാനിങ്ങനെ ചെയ്തു തുടങ്ങുന്നുണ്ട്. ആൻഡ് നമ്മളിതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എൻഡ് വരെ ചെയ്തിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ ഒരു സൈഡ് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡ് കണ്ടാൽ അറിയാം, ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ റോ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ അടിയത്തെ ഭാഗം ഞാനൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ പൗച്ചിൻ്റെ ബോട്ടം പാർട്ടാണ് കേട്ടോ, അതായത് ഏറ്റവും ബോട്ടത്തിൽ വരുന്ന പാർട്ടാണത്. അപ്പോൾ അത് ഞാൻ ഫോൾഡ് ചെയ്ത് ഇനി ഇത് നമ്മളിങ്ങനെ ചുറ്റി സർക്കിൾ ചെയ്ത് വരണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് റോ ആണ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് ടു 10th റോ വരെ നമ്മൾ ഈ ഒരു സെയിം പ്രോസസ്സ് തന്നെയാണ് ഫോളോ ചെയ്യാൻ പോകുന്നത് കേട്ടോ. സെയിം, ഒരു വ്യത്യാസമില്ല. ഓരോ ഹുക്കിൽ, അതായത് ഓരോ ഹോളിൽ ഒരു DC എന്ന ലെവലിൽ നമ്മളിത് ചെയ്തു പോകണം. ടോട്ടൽ ഒരു റോയിൽ 38 DC ഉണ്ടാവും. ഓക്കെ, ആ 38 DC കഴിയുന്ന സമയത്ത് നമ്മൾ അവസാനം ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് നമ്മൾ അതിനൊന്ന് ലോക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള ഈ ഒരു റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ആ ഫസ്റ്റത്തെ റോ കംപ്ലീറ്റ്ലി ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടാമത്തെ റോ കംപ്ലീറ്റ്ലി ചെയ്തെടുത്തിട്ടുണ്ട്. ആ രണ്ടാമത്തെ റോയിൽ നമുക്ക് ടോട്ടലി 38 DC ഒരു റോയിൽ വരും കേട്ടോ.
അപ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റിച്ചിൽ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുകയാണ്. സ്ലിപ്പ് സ്റ്റിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ ഹുക്ക് ആ ഹോളിൽ ഇൻസേർട്ട് ചെയ്തിട്ട് നന്ന് യാൺ ഓവർ ചെയ്തിട്ട് അത് നമ്മൾ മറ്റേതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് ജസ്റ്റ് സ്ലിപ്പ് ചെയ്തെടുക്കുന്നതാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് റോ റെഡി ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് മുതൽ 10th റോ വരെ ഈ സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാ റോസും കൂടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് കണ്ടു നോക്കാം. ഒരു 7 റോ ആയപ്പോൾ ഉള്ളതാണ് ഈ ഒരു ലുക്ക് എന്നാണ് കേട്ടോ. ഇനി ഇതിലേക്കൊരു 3 റോ കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ 10 റോസ് ആവും. അപ്പോൾ നമ്മുടെ ആ ഒരു പൗച്ച് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് അതായത് ഒരു 5 മിനിറ്റോടെ നമുക്കൊരു റോ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാ റോൻ്റെ എൻഡിങ്ങിലും നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാൻ മറന്നു പോകരുത്. എന്നാലും നമുക്ക് ആ റോ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. ഫൈനലി നമ്മുടെ എല്ലാ റോസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 10 റോസാണ്, അത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റിലുള്ള ആ ഒരു ത്രെഡ് നമ്മൾ ഇതുപോലെ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഹുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ബാക്കിയുള്ള ത്രെഡിൻ്റെ അകത്ത് കൂടെ തന്നെ നമ്മളൊന്ന് ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പൗച്ചിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതായത് നമുക്ക് ഈ പൗച്ച് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കാണുന്നത് കുറച്ച് ഭംഗിയാക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടി ഈ പൗച്ചിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള എഡ്ജിൽ ഞാൻ കുറച്ച് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താ പറയുക നമ്മുടെ ഫ്രിൽസ് ഇതുപോലെ ഒന്ന് വെച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് ഗ്രീൻ കളർ ആയതിനെക്കൊണ്ട് തന്നെ റെഡ് കളർ ഫ്രിൽസ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ റെഡ് കളറിലുള്ള യാൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ യാൺ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ആ റെഡ് ആൻഡ് വൈറ്റ് പൗച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഫ്രിൽസ് എങ്ങനെ വെക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളാണ്. നമ്മളൊരു യാൺ അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് നമ്മുടെ യാൺ തീർന്നു, നമുക്ക് അതേ കളറുള്ള യാൺ ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്യണം അല്ലെങ്കിൽ കളർ ചേഞ്ച് ഒക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ യാൺ ഇതുപോലെ കേട്ടോ. ഈ വീഡിയോ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ കാണുന്ന പോലെയാണ് നമ്മൾ യാൺ ചേഞ്ച് വരുത്തുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു ഹോളിൽ നമ്മുടെ ക്രോഷറ്റിൻ്റെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക. ആൻഡ് മറ്റേ കളറിൽ നമ്മൾ എടുക്കുന്ന ചേഞ്ചിന് യൂസ് ചെയ്യുന്ന കളറുള്ള യാൺ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് വലിച്ചെടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കളർ ചേഞ്ചിങ് അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും യാണൊക്കെ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ അത് യാൺ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. എന്നിട്ട് അവിടെ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് നമ്മളൊന്ന് ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് സേഫ്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ 2 ചെയിൻ സ്റ്റിച്ച് ഇടും. എന്നിട്ട് ആ ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഹോളിലേക്ക് നമ്മുടെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യും. അതാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആ എഡ്ജസ് ഒക്കെ ഒന്ന് കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ചെയിൻ സ്റ്റിച്ച് ഇടുക. ആൻഡ് തൊട്ടടുത്ത ഹോളിലേക്ക്, അതായത് ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത ഹോളിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മൾ ഫുള്ള് കവർ ചെയ്തിട്ട് വരാം.
വേണ്ടത് നമ്മുടെ ഈ ഒരു പൗച്ച് നമുക്ക് ക്ലോസ് ചെയ്യാനും അതേപോലെ ഓപ്പൺ ചെയ്യാനുള്ള ആ ഒരു യാണിൻ്റെ ഒരു ത്രെഡ് ഉണ്ടല്ലോ, ഒരു റോപ്പ് പോലെ, അത് സംഭവം സെറ്റ് ചെയ്തെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ യാണിതാ ഇതുപോലെ എടുത്തിട്ട് അതിൽ 70 ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. ടോട്ടൽ 70. അങ്ങനത്തെ 2 യാൺസ് ഇതുപോലത്തെ റോപ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. 70 ചെയിൻ സ്റ്റിച്ച് വരുന്ന 2 എണ്ണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം, സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മുടെ ഈ ഒരു പൗച്ചിൻ്റെ ഒരു 3 ഹോൾസ്, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് ഓരോ ഹോൾ പോലെ ഉണ്ടാവും, അതിൽ ആ ഓരോ 3 സ്റ്റിച്ചസ് നമ്മൾ വിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് അകത്തു കൂടി ഒന്ന് പുറത്തു കൂടി, അപ്പോൾ ഞാനിതിൽ കാണിക്കുന്നത് ഞാൻ പറഞ്ഞ് കഷ്ടപ്പെടുന്നല്ലോ, അതുപോലെ ഒന്ന് ചെയ്തിട്ട് നമ്മളെന്താക്കണം, ഈ ഒരു റോപ്പ് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഒരു സൈഡിലേക്കുള്ളത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സൈഡിലേക്ക് ഫിറ്റ് ചെയ്യാൻ നമ്മളിപ്പോൾ നമ്മുടെ യാണി ഇരിക്കുന്നത്, അതായത് യാണിൻ്റെ എൻഡിങ് ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് കേട്ടോ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ബാക്കി സെയിം പ്രോസസ്സ് തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ള റോപ്പിൻ്റെ എഡ്ജിലേക്ക് നമുക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള 2 കുഞ്ഞ് ബോൾസ് ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്രൗൺ കളറിലുള്ള യാൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ യാണിനെ നമ്മൾ ആദ്യം മാജിക് റിങ് ഇടാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഈ മാജിക് റിങ് കുറേ പേർക്ക് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ ഈ മാജിക് റിങ് എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കണം എന്നുള്ളത് ഞാൻ നമ്മുടെ ആ ക്രോഷറ്റിൻ്റെ സ്റ്റിച്ചസ് പഠിപ്പിക്കുന്ന വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മാജിക് റിങ് ഉണ്ടാക്കാനും അതിൽ SC ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു മാജിക് റിങ്ങിൽ നമ്മൾ 6 SC ചെയ്തിട്ട് നമ്മൾ ആ മാജിക് റിങ്ങിനെ ക്ലോസ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ 6 SC ചെയ്തെടുക്കാണ്. ആൻഡ് വൺസ് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് അതൊന്ന് ലോക്ക് ചെയ്തെടുക്കണം കേട്ടോ. Un Pierre, un Paul, un Jacques, autant. മാജിക് റിങ്ങിന് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി
നമ്മൾ ഇൻക്രീസിങ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതായത് ഇൻക്രീസിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ടോട്ടൽ നമുക്ക് 6 സ്റ്റിച്ചസ് ആണുള്ളത്. ആ ഒരു സ്റ്റിച്ചിൽ നമ്മൾ 2 SC വെച്ച് ചെയ്ത് കൊടുക്കുക. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ DC ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഒരു സ്റ്റിച്ചിൽ തന്നെ 2 DC 3 DC ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതേപോലെ ഒരു സ്റ്റിച്ചിൽ നമ്മൾ 2 SC ആണ് ചെയ്യുന്നത്, സിംഗിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്, മാറിപ്പോയത്. അപ്പോൾ അത് നമ്മൾ ഒരു സ്റ്റിച്ചിൽ 2 എണ്ണം വെച്ച് ചെയ്ത് ടോട്ടൽ നമുക്ക് എൻഡിങ്ങിൽ 12 സ്റ്റിച്ചസ് SC കിട്ടും. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതിന് എന്തെങ്കിലും നമുക്ക് ടോട്ടൽ 12 സ്റ്റിച്ചസ് കിട്ടും. ആ 12 സ്റ്റിച്ചിൽ ഇനി 3rd മുതൽ 5th വരെയുള്ള റൗണ്ട്, ഇനി 3 റൗണ്ടും കൂടെ നമ്മൾ ഇതേമാതിരി തന്നെ ചെയ്തെടുക്കണം. അതിലും നമ്മൾ ഇതേപോലെ തന്നെ ഒരു സ്റ്റിച്ചിൽ ഒരു SC എന്ന ലെവലിലും ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും നമുക്ക് 12 സ്റ്റിച്ചസ് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ 3rd to 5th നമ്മൾ ഇതേപോലെ തന്നെ ഒരു സ്റ്റിച്ചിൽ ഒരു SC എന്നുള്ള ലെവലിൽ ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതുപോലത്തെ 2 ബോൾസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് ഇതേപോലത്തുള്ള എന്തെങ്കിലും യാണിൻ്റെ ബാലൻസ് പീസോ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും കോട്ടർ അതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു റോപ്പ് ഉണ്ടല്ലോ, ആ റോപ്പിൻ്റെ എഡ്ജ് നമ്മൾ കെട്ടി വെക്കുക കേട്ടോ. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി വെക്കുക. എന്നിട്ട് അത് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു നീഡിലുണ്ടല്ലോ, ആ നീഡിലിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ബോൾ എന്ത് കളർ കൊണ്ടാണോ ഉണ്ടാക്കിയത് ആ സെയിം കളറുള്ള ത്രെഡ് ഇതുപോലെ വെക്കുക. അത് അറ്റാച്ച് ചെയ്യരുത് കേട്ടോ, രണ്ടും കൂടെ കൂട്ടി കെട്ടരുത്. ജസ്റ്റ് ഒരു ഭാഗം താഴത്തേക്ക് ലെങ്ത്തിൽ തൂക്കിയിട്ടിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ശേഷം ഒന്ന് തുന്നി കൊടുക്കുക. തുന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോക്ക് ചെയ്ത് തുന്നരുത്, നമുക്കിത് വലിച്ച് ടൈറ്റാക്കി ക്ലോസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ആ ഒരു ലെവലിൽ നിങ്ങൾ എന്താക്കണം, ചുറ്റിലൊന്ന് തുന്നി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ബോൾസ് അതിൻ്റെ ആ റോപ്പിൻ്റെ എൻഡിൽ കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ. വൺസ് ഈ ബോൾസ് ഇതിൻ്റെ 2 അറ്റത്തേക്കും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പൗച്ചിൻ്റെ പണി കഴിഞ്ഞിട്ടോ. ഇനി നമുക്കിത് ഡെക്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് എന്തെങ്കിലും ഡെക്കോർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഞാൻ ഇപ്പോൾ മറ്റേ പൗച്ചിൻ്റെ മുകളിൽ ചെയ്ത പോലെ സാന്റാ ക്ലോസിനൊക്കെ വെച്ച് ഡെക്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സിമ്പിളാണ്. മാജിക് റിങ് ചെയ്യുക, നമ്മുടെ 6 SC ചെയ്യുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇൻക്രീസ് ചെയ്യുക. നമ്മൾ നേരത്തെ നമ്മൾ ബോൾസ് ഉണ്ടാക്കുമ്പോൾ ചെയ്ത അതേ പ്രോസസ്സ്. ആൻഡ് അതിൻ്റെ മുകളിൽ ഒരു 12 സ്റ്റിച്ചസും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ അങ്ങനത്തെ 2 സർക്കിൾ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്നോമാനൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക.